ദൈവത്തിൻ്റെ വചനത്തിലെ ദൂതുകൾ ആഴമായിട്ട് ഗിദെയോൻ്റെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ടച്ച് ചെയ്യുന്നെങ്കിൽ ആ ഭാഗം അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ മെസ്സേജ് എൻ്റെ ജീവിതത്തിൽ ഒരത്ഭുതം ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചു കൊടുക്കണം. ഗിദെയോൻ്റെ പേടി മാറ്റിയത് നമ്മൾ ചിന്തിക്കുക. കഴിഞ്ഞ ദിവസങ്ങളെ ചിന്തിച്ചു തുടങ്ങി. ദൈവം അവൻ്റെ പേടിയെ മാറ്റുന്ന ഒരു സന്ദർഭം. ഒന്ന്, അവനെ ശത്രുപാളയത്തിലേക്ക് ഇറക്കിയങ്ങ് വിടുക. ജീസസ് ദൂത് ഞാൻ പറയുന്നു, ചില പ്രശ്നത്തിനകത്തേക്ക് നിന്നെ ഇറക്കി അങ്ങ് വിടും. അയ്യോ, എന്തോ വാസ ഇങ്ങനെ പറയുന്നത്. ദൈവമാണ് നിന്നെ ഇറക്കി വിടുന്നത്. ചില പ്രതികൂലത്തിൻ്റെ നടുവിലേക്ക് നിന്നെ ഇറക്കി വിടും ദൈവം. അത് വേറൊന്നിനുമല്ല, അത് വരുന്ന ഒറ്റ കാര്യത്തിന് മാത്രമാ, നിന്റെ പേടി മാറാൻ. ദൈവവൈദ്യത്തിലെ നിന്റെ ഭയം മാറാൻ വേണ്ടി മാത്രം അത് കടന്നു വരുന്നത്. നോക്കിയേ, പാളയത്തിലോട്ട് ഇറങ്ങിച്ചെല്ലാം പറഞ്ഞു. പേടിച്ചു. പക്ഷേ ദൈവം അവിടെ ഒരു ക്രോസ് കൂടെ കൊടുത്തു. നിനക്ക് ഒറ്റയ്ക്ക് എല്ലാം പേടിയുണ്ടെങ്കിൽ നിന്റെ ആ സേനാധിപതി ഉണ്ടല്ലോ, പൂര ബാലിക്കാരുണ്ടല്ലോ, അവനെ കൂടെ കൂട്ടിക്കോ. ഒരുവനേക്കാൾ 2 പേർ നല്ലതെന്ന് ബൈബിൾ വാക്കിയില്ലേ? ഒരുവൻ 1000 ഓടിക്കുന്ന വാക്കിയില്ലേ? യെസ്, 2 പേർ ഒത്തിട്ടല്ല ഒരുമിച്ച് അടക്കാൻ പറ്റുമെന്നുള്ള വാക്കിയില്ലേ? അമ്മേ, പൂരയെ കൂടെ കൂട്ടിക്കൊണ്ട് ഗിദെയോൻ എന്ത് ചെയ്യുക? പേടിച്ച് വിറച്ച് ശത്രുപാളയത്തിലോട്ട് ചെല്ലുമ്പോൾ കേൾക്കുന്ന കേൾവി എന്താണെന്നറിയാമോ? ഒരുത്തനൊരു സ്വപ്നം പറയുക. ദൈവത്തിന് ഇടപെടാൻ ഒത്തിരി മാർഗങ്ങളുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ഭയത്തെ മാറ്റുന്നത് നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നും അല്ല. നിന്റെ ഉള്ളിലേക്കൊരു കോൺഫിഡൻസ് നൽകുന്ന ശബ്ദം ചില ശത്രുക്കളിൽ നിന്ന് കേൾപ്പിച്ച്, 2, നിന്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ചില വിഷയങ്ങളുടെ മറുപടികൾ നൽകി തന്ന്, ആമേൻ, ദൈവം കൂടെ ഉണ്ടെന്ന് തെളിയിച്ച്, ആമേൻ, നിന്റെ പേടിയെ മാറ്റും. ഇറങ്ങിച്ചെല്ലാം അവൻ ധൈര്യം കാണിച്ചു കേട്ടോ. അനുസരിച്ച് നിങ്ങൾ നോക്കിയേ, ഗിദെയോനെല്ലാം ദൈവം പറയുന്ന കേൾക്കുന്നുണ്ട്. പൂരയോടൊപ്പം അവൻ ചെല്ലുമ്പോൾ ഒരുത്തനോട് സ്വപ്നം പറയുക. ദൈവം സംസാരിക്കുന്ന ഒത്തിരി മാധ്യമങ്ങളുണ്ട്. അതിലൊന്നാ സ്വപ്നങ്ങൾ. നമ്മൾ പലവട്ടം ആ ഭാഗം എടുത്തിട്ടുണ്ട്. എങ്കിലും ഇതിൽ കയറി വന്നുകൊണ്ട് ഞാൻ പറയാം, ദൈവം സ്വപ്നത്തിലൂടെ സംസാരിക്കും. യോസഫ് സ്വപ്നത്തിൻ്റെ ആളായിരുന്നു. അടുത്ത ദിവസങ്ങൾ നമുക്ക് യോസഫിനെ കുറിച്ചൊക്കെ ചിന്തിക്കാം. ഹല്ലേലൂയ. സ്വപ്നക്കാരൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരന്മാർ അവനെ കളിയാക്കി. പക്ഷെ അത് തന്നെ അവന് പിന്നത്തേതിൽ ഉയർച്ചയിലേക്ക് എത്തുന്നതിന് കാരണമായി തീർന്നു. ഒരുത്തനോട് സ്വപ്നം പറയും. എന്തോ പറയുന്നേ? ഒരു യവത്തപ്പ ഉരുണ്ടു വന്ന് മിദ്യാന്യ പാളയത്തെ മറിച്ചിടുന്നു. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, ഒരു യവത്തപ്പത്തിനൊരു പാളയത്തെ മറിച്ചിടാൻ പറ്റുമോ? മാനുഷികമായിട്ടില്ല, എന്നാൽ ദൈവികമായിട്ട് നടക്കും. ഉടനെ മറ്റോ പറയും, ഇത് ആരാന്നറിയാവോ? നോക്കിയാ വാക്യം നോക്കിയേ. ആമേൻ. 13-ാം വാക്യം 7 ന്യായാധിപന്മാർ. ഗിദെയോൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തനോട് ഒരു സ്വപ്നം വിവരിക്കാൻ, ഞാനൊരു സ്വപ്നം കണ്ടു. ഒരു യവത്തപ്പം മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഉരുണ്ടു വന്ന് കൂടാരം വരെ എത്തി അതിനെ തള്ളി മറിച്ചിട്ട് അങ്ങനെ കൂടാരം വീണ് കിടന്നു എന്ന് പറഞ്ഞു. അതിന് മറ്റവൻ, ഇത് യോവാശിൻ്റെ മകനായ ഗിദെയോൻ എന്ന ഇസ്രായേലിൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. ദൈവം മിദ്യാനെയും ഈ പാളയത്തിലൊക്കെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതാരാ പറയുന്നേ? ശത്രുവാ പറയുന്നേ. ഉണ്ടോ? ശത്രു എന്താ പറയുന്നേ? നമ്മളെ അവൻ്റെ കൈ ദൈവം ഏൽപ്പിച്ചേക്കുക. ഇതാര് കേൾക്കുക? പേടിയുള്ള ഗിദെയോൻ കേൾക്കുക. 15-ാം വാക്യം. ഗിദെയോൻ സ്വപ്നവും പൊരുളും കേട്ടപ്പോൾ നമസ്കരിച്ചു. ഇസ്രായേലിന്റെ പാളയത്തിലേക്ക് മടങ്ങിച്ചെന്നു. എഴുന്നേൽപ്പീൻ, യഹോവ മിദ്യാന്റെ പാളയത്തെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉണ്ടോ? നിന്നെ ധൈര്യപ്പെടുത്താൻ പോവാ ദൈവം. യെസ്, ചില നീ കേട്ട് കഴിയുമ്പോൾ ഒരു ഭയങ്കര ധൈര്യം ദൈവം നിനക്ക് തരാൻ പോവാ. എഴുന്നേൽപ്പീൻ. ഹല്ലേലൂയ. ഉണ്ടോ? ഇവിടെ ഗിദെയോൻ ചെയ്തെന്തോ? നമസ്കരിച്ചു, ആരാധിച്ചു. ആരാധന വലിയ ബലം വ്യാപരിക്കും കേട്ടോ. ആമേൻ. എഴുന്നേൽപ്പീൻ, നിങ്ങളുടെ കൈ ചിലതിനെ ദൈവം ഏൽപ്പിച്ചേക്കുക. നിങ്ങളുടെ കൈ ചിലതിനെ ദൈവം ഏൽപ്പിച്ചേക്കുക. വിശ്വസിക്കാമോ? പേടിക്കുന്ന മകനെ, മകളെ, നിന്നോട് ദൈവത്തിന്റെ ആത്മാ പറയുന്നു, ദൈവം നിന്റെ കൈ ചിലതിനെ ഏൽപ്പിക്കുക. നിന്നെ മറയ്ക്കുമെന്ന് പറയുന്ന, നിന്റെ നന്മയെ തകർക്കുമെന്ന് പറയുന്ന, നിന്റെ അവകാശത്തെ നീ അനുഭവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് കൊലവിളി വിളിച്ച് നിൽക്കുന്ന ചിലതിനെ ദൈവം നിന്റെ കയ്യിലേൽപ്പിക്കുകയാണ്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, വളരെ ആഴമായിട്ടും വ്യക്തമായിട്ടും ഹൃദ്യമായിട്ടും ഈ ദൂത് ഞങ്ങളോട് സംസാരിക്കുവാൻ അങ്ങേക്ക് പ്രസാദം തോന്നിയല്ലോ.
ഈ വചനത്തിൻ്റെ ആഴമേറി ഗൗരവമേറിയ ശബ്ദങ്ങളെ അങ്ങ് ഇടപെട്ട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങേ ആരാധിക്കുന്ന ഗിദെയോനെ പോലെ, അങ്ങയുടെ ശക്തി സംഭരിക്കുന്ന ഗിദെയോനെ പോലെ ഈ ദിവസം ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കട്ടെ. മെസ്സേജ് കേൾക്കുന്ന എല്ലായിടമേലും ജീവൻ പകരണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.